ടണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. രാജ്യത്തിന് മാതൃകയാവുന്ന മാറ്റമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദേശീയപാത വികസനം ഉൾപ്പെടെ അസാധ്യമെന്ന് പറഞ്ഞ പല വികസന പദ്ധതികളും യാഥാർത്ഥ്യമാക്കാൻ LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും സമഗ്രമായ മുന്നോട്ടുള്ള കുതിപ്പിന് LDF വീണ്ടും അധികാരത്തിലെത്തേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF ധർമ്മടം നിയോജകമണ്ഡലം കൺവെൻഷൻ മമ്പറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു MV ഗോവിന്ദന്റെ പ്രസംഗം. ഈ കേരളത്തിന്റെ റോഡുകൾ, പാലങ്ങൾ ഞാൻ ഓരോന്നോരോന്നായി സ്വീകരിക്കുന്നില്ല. എല്ലാം കൂടി പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് 10-40,000 കോടി രൂപ ഈ കിഫ്ബിയാണ് ഈ കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. 1.5 കിലോമീറ്റർ വരുന്ന പാലം വരെ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള വയനാട് ജില്ല. ആ വയനാട് ജില്ലയുടെ യാത്രാ പ്രശ്നത്തിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം ചുരം ഇടിയുന്നു, പ്രശ്നമാകുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന മേഖല. അവിടെയാണ് തുരങ്കപ്പാത ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത്. തുരങ്കപ്പാത ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു അത് വലിയ പ്രകൃതി ആഘാതം സൃഷ്ടിക്കും, പാരിസ്ഥിതിക പ്രശ്നം സൃഷ്ടിക്കും. മല തുരന്ന് തുരങ്കപ്പാത ഉണ്ടാക്കുന്നതിൽ അത് ഇരട്ട തുരങ്കം എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കേണ്ടത്? ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല. തുരങ്കപ്പാതക്ക് 2134 കോടി. ഓരോരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ വിദ്യാലയങ്ങളെ ഒരു 6-7,000 കോടി രൂപയാണ് അതിൻ്റെ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി LP മുതൽ ഹയർ സെക്കൻഡറി വരെ ഉപയോഗിച്ചു. ആശുപത്രി കെട്ടിടങ്ങൾ ഏതാണ്ട് 10,000 കോടി രൂപയാണ്. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഇപ്പോൾ 1,10,000 കോടി രൂപ കിഫ്ബി വഴി കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാനുതകുന്ന രീതിയിൽ ലോകോത്തരമായ തലത്തിലേക്ക് കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു. ഇത് ഭാവനാപൂർവമായ ഒരിടപെടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണ്. രാജ്യത്തിനകത്തും പുറത്തും കലുഷിതമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ മതസൗഹാർദ്ദത്തിന്റെ കോട്ടയായി കേരളത്തെ സംരക്ഷിക്കാൻ LDFനായിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജനവിഭാഗങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ള, അതുപോലെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള, ക്രിസ്ത്യാനികൾക്ക് നേരെ നടത്തിയിട്ടുള്ള കടന്നാക്രമങ്ങൾ, സംഘപരിവാറിൻ്റെ ആസൂത്രിതമായ നീക്കങ്ങൾ എല്ലാം ചേർത്ത് കലുഷിതമായ ഒരു സാഹചര്യത്തെ ഈ കേരളം എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. മതസൗഹാർദ്ദത്തിൻ്റെ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായി ഈ കേരളത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ 10 വർഷക്കാലവും സാധിച്ചു എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള മുഖമുദ്രയായിട്ടാണ് ജനങ്ങൾ കാണേണ്ടത്. T. പ്രകാശൻ അധ്യക്ഷനായി. ധർമ്മടം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ, CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, CN ചന്ദ്രൻ, M സുരേന്ദ്രൻ, K ശശിധരൻ, PP ദിവാകരൻ, PK രവീന്ദ്രൻ, U ബാബു ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.